بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വാക്കും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടെല്ലാവരോടും ഉണർത്തുകയാണ്. വാക്കുകൾ ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമായിക്കൊണ്ട് കാപട്യത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാം അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ ഏക മതം. മനുഷ്യ സമൂഹത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കിയ അലീമായ ഹക്കീമായ, എല്ലാ യുക്തികളും അറിയുന്ന, എല്ലാ വിജ്ഞാനങ്ങളുടെയും കേദാരമായ, ദൃശ്യാദൃശ്യങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ അറിയാവുന്ന റബ്ബ് സുബ്ഹാനഹു അവതരിപ്പിച്ചിട്ടുള്ള മഹനീയമായ നിയമങ്ങൾ. ആ നിയമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിൽ തിരുത്തിയെഴുതേണ്ടി വന്നിട്ടില്ല, വരികയുമില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ
പ്രമാണങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പല പദങ്ങളെയും ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ ശക്തമായ ദുർവ്യാഖ്യാനത്തിന് വേണ്ടി വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഗൂഢമായ അവസ്ഥയാണ് ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ഏതെല്ലാം പഴുതുകൾ കിട്ടുന്നുണ്ടോ അത് ഉപയോഗപ്പെടുത്തുവാനുള്ള കഠിനമായ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളല്ലാത്ത മറ്റെല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്. സത്യവിശ്വാസികൾ ഇതെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിലെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഈ കാലത്തിലെ ഒരു പദമാണ് ജിഹാദും അതുപോലെ തന്നെ മുജാഹിദ് എന്ന പദവും. ഒരു സത്യവിശ്വാസി അവന്റെ ജീവിതത്തിൽ എപ്പോഴും നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന പരിപാവനമായ കർമ്മമാണ് ജിഹാദ്. ഒരു മനുഷ്യന്റെ ജീവിതം പരലോകമോക്ഷത്തിനവനെ യോഗ്യനാക്കുന്നത് ജിഹാദിലൂടെയാണ്. ജിഹാദില്ലാതെ സ്വർഗത്തിലെത്താൻ സാധ്യമല്ല എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അള്ളാഹുവിനോടുള്ള സ്നേഹം പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് പോലെ വിശ്വാസിയിൽ ജിഹാദിനോട് സ്നേഹം വേണം. ഇങ്ങനെയൊക്കെ പ്രാധാന്യപൂർവം പറഞ്ഞതാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ജിഹാദ് എന്ന പുണ്യപദം. ആ ജിഹാദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മുജാഹിദുകൾ അള്ളാഹു ഏറെ പുകഴ്ത്തിയവരാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ശ്രേഷ്ഠവാന്മാരെന്ന് പറഞ്ഞവരാണ് മുജാഹിദുകൾ. ഫളലല്ലാഹുൽ മുജാഹിദീന എന്നാണ് ഖുർആനിലെ പദം തന്നെ. അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു അൽ മുജാഹിദീന, മുജാഹിദീങ്ങളെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ മോക്ഷത്തിന് നിദാനമായ സൽക്കർമ്മമായ ജിഹാദ്, അതുപോലെ തന്നെ അള്ളാഹു ഏറ്റവും അത്യുന്നതമായ പദവി സ്വർഗത്തിൽ ഉണ്ടെന്ന് ഓഫർ നൽകപ്പെട്ടിട്ടുള്ള മുജാഹിദുകൾ, ആ രണ്ട് പദങ്ങളും ഇന്ന് ഏറെ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു കലാപം നടന്നാൽ, എവിടെയെങ്കിലും ഒരു ബോംബ് പൊട്ടിയാൽ, വേണ്ട എവിടെയെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിയാൽ അപ്പുറത്ത് അതിനെ സംബന്ധിച്ച് പിന്നെ സംസാരം വരുന്നത് അതേതോ ജിഹാദി മൂവ്മെന്റ് ആണ്. ഏതെങ്കിലും ഒരു പേര് തുടക്കത്തിൽ കൊടുത്തിട്ട് ഡക്കാൻ മുജാഹിദെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മുജാഹിദ് എന്നൊരു പേര് കൊടുത്ത് രാജ്യത്തുണ്ടാകുന്ന സർവ്വ കലാപങ്ങളെയും ഈ പരിപാവനമായ പേര് നൽകിക്കൊണ്ടൊരു സമൂഹത്തെ മുഴുവൻ വഷളാക്കാനും അരിക്കാക്കാനുമുള്ള ഗൂഢമായ ശ്രമങ്ങൾ. രാജ്യത്തൊരുത്തൻ പ്രേമനൈരാശ്യം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കിട്ടാതായപ്പോൾ പ്രേമനൈരാശ്യം മൂത്ത് രാജ്യത്തെ ഭരണാധികാരിക്ക് വധഭീഷണി ഇമെയിൽ അയച്ചപ്പോൾ അയാൾ അതിന്റെ ശേഷം എഴുതി ഒപ്പിട്ടുവത്രേ റഹ്മത്തുള്ളാ ബർക്കത്തും. അത് പറഞ്ഞപ്പോഴും ഇതേതോ മുസ്ലിം ഭീകരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രേമത്തിന്റെ പിന്നിൽ, അതല്ലെങ്കിൽ ആ അജ്ഞാതമായ ഇമെയിലിന്റെ പിന്നിൽ മുസ്ലിമിനെ തെരയുകയായിരുന്നു രാജ്യത്തെ വർഗീയ ശക്തികളും മാധ്യമ പടകളും. അതിൽ നിന്നൊട്ടും ഭിന്നമല്ല ഇപ്പോഴെത്തി നിൽക്കുന്ന വിവാദം. പരിപാവനമായ ജിഹാദ് എന്ന ഈ പദത്തെ, ഇസ്ലാം വളരെ പാവനമായി കാണുന്ന ഈ ഒരു സൽക്കർമ്മത്തെ ആട്ടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടി എന്ന് വിളിച്ച് തല്ലിക്കൊല്ലുന്ന മാരകവും ഗൂഢവുമായ അത്യന്തം ഖേദകരമായ ഒരവസ്ഥയിലേക്ക് ഈ പദപ്രയോഗത്തെ തള്ളിവലിച്ചു കൊണ്ടുപോവുകയാണ് മാധ്യമ പടകളും വർഗീയ കോമരങ്ങളും. ഏതോ ഒരു ക്യാമ്പസിൽ നടന്ന ഏതോ ഒരുത്തൻ ഒരു അമുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് പ്രേമം മൂത്ത് നിൽക്കക്കള്ളിയില്ലാതെയായപ്പോൾ പെണ്ണ് മതം മാറാൻ തയ്യാറായി ചെറുക്കന്റെ കൂടെ ഇറങ്ങി വന്നപ്പോൾ അതിനിപ്പോൾ പേര് കൊടുത്തിരിക്കുന്നത് ലവ് ജിഹാദ് എന്നാണ്.
അങ്ങനെയും ഒരു ജിഹാദ് ഉണ്ടെന്ന് പുതിയ ഒരു ഇൽമു കിട്ടിയിരിക്കുന്നു മാലോകർക്ക്. ലവ് ജിഹാദ് പോലും, പ്രണയ ജിഹാദാണ് പോലും. RSSകാരന്റെ നാവിൽ നിന്ന് വന്ന പദം ബിഷപ്പുമാരുടെ കൗൺസിലെ കത്തോലിക്കൻ ബിഷപ്പുമാരും ഏറ്റെടുത്തതായിട്ടാണ് വിവരം. അതിലൊന്നും നമുക്ക് സങ്കടം തോന്നുന്നില്ല. വർഗീയവാദികളും അതുപോലെ തന്നെ വിദ്വേഷം വളർത്തുന്ന ആളുകളും പലതും പറഞ്ഞേക്കാം. പക്ഷേ ഒരു രാജ്യത്തുള്ള ജനങ്ങൾ, പൗരന്മാർ വിശ്വാസമർപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു നീതിപീഠമാണ് ജുഡീഷ്യറി. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ കലാപങ്ങളും പ്രശ്നങ്ങളും വർഗീയതയും വളർത്തിവിടുമ്പോൾ അവയെ അടക്കി നിർത്തുവാനുള്ള ജുഡീഷ്യറി പോലും ഇത്തരത്തിലുള്ള വർഗീയ കോമരങ്ങളുടെ മെഗാഫോണുകളായി അതപ്പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പത്രധാര വായിച്ചു കൊണ്ടിരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ, എവിടെ എത്തി? സാധാരണ ഭ്രാന്തിളകിയാൽ ഭ്രാന്തന്മാരെ കെട്ടിയിടാനുള്ളതാണ് ചങ്ങലകൾ. ചങ്ങലക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് ഇന്നത്തെ സ്ഥിതി. രാജ്യത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വർഗീയ കോമരങ്ങൾ ഉണ്ടാക്കിയ ലവ് ജിഹാദ് എന്ന പ്രയോഗം മുന്നും പിന്നും നോക്കാതെ കടമെടുത്തിരിക്കുകയാണ് രാജ്യത്തെ ജുഡീഷ്യറി. എന്നിട്ടൊരു ജസ്റ്റിസ് DGPയോട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ലവ് ജിഹാദിന്റെ കേരളത്തിലെ ശാഖകളൊക്കെ ഒന്ന് പരിശോധിക്കണം എന്ന്. അങ്ങനെ ഒരു പദമുണ്ടോ, അങ്ങനെ ഒരു സംഘടനയുണ്ടോ എന്ന് പോലും ജുഡീഷ്യറിക്ക് അന്വേഷിക്കേണ്ടി വന്നില്ല. മാത്രമല്ല, ഒരു പടി കൂടി മുന്നോട്ട് കിടന്ന് വർഗീയ കോമരങ്ങൾക്ക് വിത്തുപാകുന്ന നിലക്ക്, അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന നിലക്ക് മറ്റൊരു പദം കൂടി ജസ്റ്റിസിന്റെ നാവിൽ നിന്ന് വന്നുപോയി. റോമിയോ ജിഹാദ്. ലവ് ജിഹാദ് എന്നും റോമിയോ ജിഹാദ് എന്നും ഒക്കെ പേരിട്ട് ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയങ്ങളെ അതൊരു സമുദായത്തിന്റെ മേൽ വെച്ച് കെട്ടി മതപരിവർത്തനം നടത്താൻ മുസ്ലിമീങ്ങൾ ഇവിടെ പെൺകുട്ടികളോട്, അമുസ്ലിം പെൺകുട്ടികളോട് പ്രണയം നടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതത്തിൽ ചേർക്കുന്നു. എന്നിട്ട് അവരെ പർദ്ദക്കുള്ളിലാക്കിയിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു എന്നെഴുതി വിട്ടത് RSSകാരൻ മാത്രമല്ല, കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ ജാഗ്രത എന്ന് പറയുന്ന സംഘടന ഇറക്കിയിട്ടുള്ള, വ്യക്തമായി പേര് വെച്ചുകൊണ്ടിറക്കിയിട്ടുള്ള അവരുടെ സർക്കുലറിൽ തന്നെ കള്ളക്കണക്കുകൾ നിരത്തിയിട്ട് ഈ സമുദായത്തിന്റെ മേൽ ആഞ്ഞടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മുസ്ലിം സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എവിടെ പോയി? മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് എവിടെ പോയി? നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് ഓരോന്നിനും വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. സമൂഹത്തിൽ ഇന്ന് ഇത് പ്രചരിപ്പിച്ചത് ആരാണ്? ഇതിന് പ്രചാരം കൊടുത്തത് ആരാണ്? ഒരു ക്യാമ്പസിലെ പ്രണയത്തിന്റെ കഥയെ ഊതി വീർപ്പിച്ചുകൊണ്ട് മാധ്യമപ്പടകളാണ് സമൂഹത്തിന്റെ മുമ്പാകെ ഇത് കൊണ്ടുവന്നത്. വർഗീയ കോമരങ്ങൾ ഉയർത്തിവിട്ട ഒരു പദപ്രയോഗം കുറെ കാലമായി നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു. അത് പത്രക്കാരേറ്റെടുത്തു, മീഡിയകൾ ഏറ്റെടുത്തു. അവരൊരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഓക്കാനിച്ചിരിക്കുകയാണ്, അത് ഏറ്റുപാടുകയാണ്. ആരാണ് ഈ മാധ്യമങ്ങളൊക്കെ? ആരാണ് ഈ മീഡിയകളൊക്കെ? പ്രണയദിനം ആഘോഷിക്കാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുട്ടികളോട് ആഹ്വാനം നടത്തുന്ന മാധ്യമപ്പടകൾ. വാലന്റൈൻസ് ഡേ എന്ന പേരിൽ ഏതോ ഒരു ചെകുത്താൻ ഉണ്ടാക്കിയ ഒരു ദിവസം പ്രേമിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യ ദിനമായിക്കൊണ്ട് ക്യാമ്പസുകളിലൂടെ കടന്നു ചെന്ന് ആൺകുട്ടികളുമായും പെൺകുട്ടികളുമായും ഇന്റർവ്യൂ നടത്തിയിട്ട് പ്രണയത്തിന് ലൈസൻസ് നൽകി ഒളിച്ചോടാനുള്ള പ്രേരണകൾ നൽകുന്ന മാധ്യമ പടകളാണ് ഇസ്ലാമിന്റെ നേരെ ലവ് ജിഹാദ് എന്ന കൂർത്തുമൂർത്ത, മൂർച്ചയില്ലാത്ത, വാസ്തവത്തിൽ ഒരു മൂർച്ചയുമില്ലാത്ത ഈ ഓലപ്പടക്കവുമായി തിരിഞ്ഞിരിക്കുന്നത്. അവരൊന്ന് മനസ്സിലാക്കുന്നത് നന്ന്, ഇസ്ലാം തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരോപണങ്ങൾ പുത്തരിയല്ല. എന്നിട്ട് ആ രൂപത്തിലുള്ള കൂട്ടിക്കൊടുപ്പുകൾക്കും വ്യഭിചാരങ്ങൾക്കുമൊക്കെ അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ, കള്ളക്കണക്കുകൾ നിരത്തി ഇന്റർവ്യൂകൾ നടത്തി സ്വന്തം മാസികകളിൽ പ്രസിദ്ധീകരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് ചില സംഘടനയുണ്ട്, രഹസ്യ സംഘടനകൾ, ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്ന പേരിൽ. എന്തിന്? ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടാൻ.
ഇസ്ലാമിൽ ആളില്ലാഞ്ഞിട്ട് മുസ്ലിമീങ്ങളുടെ അംഗസംഖ്യ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടിച്ചിട്ട് പെൺകുട്ടികളെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ ഒക്കെ വലവീശി പിടിച്ചിട്ട് അവരെ മതം മാറ്റുകയാണ് പോലും. കൂത്തുപറമ്പിലെ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഏതോ ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് ആ പെൺകുട്ടി മതം മാറിയത്രേ. അതിന്റെ പേരിൽ എന്തൊക്കെ പുകിലും പല്ലാപ്പുമാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തൊക്കെ പല്ലാപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ ചെറുപ്പക്കാരൻ ഇത് തന്നെയാണത്രേ പണി പോലും. 22 വയസ്സായി ചെറുപ്പക്കാരൻ. ഇതിനിടെ 22 പെൺകുട്ടികളെ പ്രേമിച്ച് കൊണ്ടുപോയി മതം മാറ്റി എന്നാണ് പ്രചരണം. ഒരു പെൺകുട്ടിയെ മതം മാറ്റിയാൽ മുസ്ലിം സംഘടന ലവ് ജിഹാദ് കൊടുക്കുന്നത് 10 ലക്ഷമാണ് പോലും. എത്ര ലക്ഷം വാങ്ങിയിരിക്കും? എത്ര ലക്ഷം വാങ്ങിയിരിക്കും ഈ കൂത്തുപറമ്പുകാരൻ? പക്ഷേ ആ ചെറുപ്പക്കാരൻ ഇപ്പോ വാടക വീട്ടിൽ താമസിക്കുന്നു പോലും. ആലോചിച്ചു നോക്കണം. ഏതെങ്കിലും ഒരാളുടെ പ്രണയത്തെ ന്യായീകരിക്കാനല്ല. ആരെങ്കിലും ഏതെങ്കിലും തെമ്മാടിത്തങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് ഇസ്ലാമിന്റെ പേരിൽ വരവ് വെക്കരുത് എന്നാണ് പറയാനുള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രാജ്യത്തെ ജുഡീഷ്യറി കൂടി ഇത് ഏറ്റെടുത്ത് കോടതി കൂടി ഇതിൽ ഇടപെട്ടുകൊണ്ട് അതിനരുതെന്ന് സംസാരിച്ചത് മുതൽ പ്രശ്നം വളരെയേറെ വഷളാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, RSSകാരൻ മാത്രമല്ല, കാത്തലിക് ബിഷപ്സ് കൗൺസിലിന്റെ കീഴിലുള്ള കമ്മീഷൻ ഫോർ സോഷ്യൽ ഹാർമണി ആൻഡ് വിജിലൻസി എന്ന ഒരു കമ്മിറ്റി, ഒരു പ്രത്യേക സംഘടനയുണ്ട് ഇവർക്ക്. അവരുടെ ജാഗ്രത എന്ന് പറയുന്ന കമ്മിറ്റിയുടെ സെക്രട്ടറി പേര് വെച്ച് എഴുതിയിരിക്കുകയാണ്. അയാളുടെ സ്വന്തം പേര് വെച്ച് എഴുതിയ അയാൾ ഫാദർ ജോണി കൊച്ചുപറമ്പിൽ എന്ന് പേര് വെച്ച് എഴുതിയ സർക്കുലറിൽ വന്നത് എന്താണ്? ജനങ്ങളെയൊക്കെ ബോധവൽക്കരിക്കുകയാണ് അദ്ദേഹം. ഇവിടെ പ്രണയിച്ച് ലവ് നടിച്ച് ഇവിടെ മതം വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ മാതാപിതാക്കളൊക്കെ ജാഗ്രതയിലിരിക്കണം എന്നതാണ് ആ സർക്കുലറിലെ ഒന്നാമത്തെ നിർദ്ദേശം. മാത്രമല്ല, ഊതി വീർപ്പിച്ച അടിസ്ഥാനരഹിതമായ ഒരാധാരവുമില്ലാത്ത കണക്കുകൾ നിരത്തിയിട്ട് ഈ സമുദായത്തെ അരുക്കാക്കാനുള്ള കണക്കുകൾ പോലും അയാൾ അതിൽ എഴുതി കൂട്ടിയിരിക്കുകയാണ്. അയാൾ പറയുന്നത് എന്താ? 2005 മുതൽ ഇതുവരെ 4000-ലേറെ പെൺകുട്ടികളെ പ്രണയത്തിൽ കുടുക്കിയിട്ട് ഇസ്ലാമിലേക്ക് മതം മാറ്റിയിട്ടുണ്ട് പോലും. തീർന്നില്ല. 2002, 2006, 2007, 2008, 2009 കാലഘട്ടത്തിൽ കേരളത്തിലെ ഓരോ ജില്ലയിൽ നിന്നും ലവ് ജിഹാദിന്റെ വലയിൽപ്പെട്ട് ഒളിച്ചോടിയവരുടെ കണക്കുമുണ്ട് അത്രയും അവരുടെ കയ്യിൽ. തിരുവനന്തപുരത്ത് നിന്ന് 216, കൊല്ലത്ത് നിന്ന് 98, ആലപ്പുഴയിൽ നിന്ന് 78, പത്തനംതിട്ടയിൽ നിന്ന് 87. എവിടുന്ന് കിട്ടി ഇയാൾക്ക് ഈ കണക്ക്? അതേ സർക്കുലറിൽ തന്നെ ഒരു വൈരുദ്ധ്യം നോക്കൂ. അയാൾ തന്നെ പറയുന്നുണ്ട്, ലവ് ജിഹാദിന്റെ പിടിയിൽപ്പെട്ട് ഒളിച്ചോടുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകാൻ മടിക്കുന്നതിനാൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. പിന്നെ എവിടുന്നാ ഇയാൾക്ക് ഈ കണക്ക് കിട്ടിയത്? കേസുകളൊന്നും മാതാപിതാക്കൾ രജിസ്റ്റർ ചെയ്യുന്നില്ല പേടിച്ചിട്ട്. എന്നാൽ ഇയാൾക്ക് കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് അത്ര, കൊല്ലത്ത് ഇത്ര, ആലപ്പുഴയിൽ ഇത്ര, പത്തനംതിട്ടയിൽ ഇത്ര. തീർന്നില്ല. കോട്ടയം, പാല, പത്തനംതിട്ട, തിരുവല്ല, ചെങ്ങന്നൂർ, മൂവാറ്റുപുഴ, കണ്ണൂരിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നഴ്സിംഗ് പഠനത്തിന് പോയ പെൺകുട്ടികൾ വ്യാപകമായി മതം മാറ്റത്തിന് വിധേയരാകുന്നു. മാത്രമല്ല, മതപരിവർത്തനത്തോടെ ഈ പെൺകുട്ടികൾ പർദ്ദക്കുള്ളിലേക്ക് മാറ്റപ്പെടുകയും അതിനാൽ ഇവരുടെ എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലാതാവുകയും നരക ജീവിതത്തിന് ഇരയാക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് ഇയാൾ തട്ടിവിട്ടിരിക്കുന്നത്. എന്തൊക്കെ ആ വരികളിലൂടെ ആൾ വിഷം ചീറ്റി നോണകൾ പറഞ്ഞതിന്റെ പുറമെ ഇസ്ലാമിലെ സുന്ദരമായ സ്ത്രീക്കേറ്റവും മാന്യതയുടെ മൂടുപടം നൽകിയിട്ടുള്ള പവിത്രമായ വേഷവിധാനത്തെ പോലും കിട്ടിയ ചാൻസ് വെച്ച് കുത്താൻ ഫാദർ മറന്നിട്ടില്ല. ഇസ്ലാമിനെ എതിർക്കാൻ ഫാദർമാരും സ്വാമിമാരും ഒക്കെ പലപ്പോഴും ഒറ്റക്കെട്ടാണെന്ന ചരിത്രം എല്ലാവരും മനസ്സിലാക്കുന്നത്. അവരുടെ ആശയങ്ങളിലേക്ക് മടങ്ങട്ടെ, മുസ്ലിമീങ്ങൾ അവരുടെ ആദർശ തീവ്രത വിടട്ടെ, തോന്നിയതുപോലെ ജീവിക്കട്ടെ എന്ന നിലപാടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുവാനാണ്. മനസ്സിലാക്കണം. ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? വാസ്തവത്തിൽ ഇത് വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നേ പറയാനുള്ളൂ. മതപരിവർത്തനത്തിന് വേണ്ടി രാജ്യത്തൊട്ടാകെ വേരുപടർത്തിയിട്ടുള്ള 10-ലേറെ ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു സമുദായത്തിന്റെ ആളാണ് മതപരിവർത്തനത്തിനെതിരായ നിർദ്ദേശവുമായിട്ട് ഊരുചുറ്റുന്നതെന്ന് മനസ്സിലാക്കണം. രാജ്യത്തെ വിദേശങ്ങളിൽ നിന്ന് വലിയ ഫണ്ട് സ്വീകരിച്ച്
ആസ്പത്രി നടത്തിയിട്ടും അരി കൊടുത്തിട്ടും പലരെ കൊടുത്തിട്ടും വല വീശിയിട്ട് പല രൂപത്തിലുള്ള ട്രസ്റ്റുകളും രാജ്യത്തൊട്ടാകെ വേരുകളുള്ള ട്രസ്റ്റുകൾ മതപരിവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമുദായത്തിന്റെ വ്യക്തിയാ പറയുന്നത് ഇസ്ലാം ഇങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു പോലും. ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ, ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കാൻ RSSകാരനും ഇത് തന്നെയാണ് ഏറ്റുപാടിയിട്ടുള്ളത്. RSSകാരനും സംഘപരിവാരവും വളരെ കൃത്യമായി ഇതെല്ലാം വിഴുങ്ങി ഏറ്റുപാടിയിരിക്കുകയാണ്. അവരും പറയുന്നത് കേരളത്തിലെ 4000-ഓളം അമുസ്ലിം പെൺകുട്ടികളെ ലവ് ജിഹാദികൾ തട്ടിയെടുത്തു എന്നാണ് RSSകാരൻ. കണക്കിന്റെ ഉറവിടം എന്താന്ന് ചോദിച്ചാൽ RSSകാരനും ഉത്തരവൊന്നും ഉണ്ടാവില്ല, നോണായിരിക്കും പറയാലോ. അങ്ങനെ ഈ സമുദായത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? ഈ രാജ്യത്ത് പ്രണയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പ്രണയം നടിക്കലും പ്രേമവിവാഹങ്ങളും ഒളിച്ചോട്ടങ്ങളും ഇറങ്ങിപ്പോകലുകളും രജിസ്റ്റർ വിവാഹങ്ങളും വ്യഭിചാരങ്ങളും ഒക്കെ രാജ്യത്തെമ്പാടും നടക്കുന്നുണ്ട്. അതെല്ലാ മതത്തിന്റെ പേരുകളിലുള്ള ആളുകളും നടക്കുന്നില്ലേ? എത്രയോ ഹിന്ദുക്കളുടെ കൂടെ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടിയിട്ടില്ലേ? ഇന്നും ജീവിക്കുന്നില്ലേ? എത്രയോ പാവപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ തീ തിന്നുന്നുണ്ടെന്ന് വീടുകളിൽ. എന്റെ മകൾ, അവൾ എനിക്ക് ജനിക്കാതെ പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. എന്റെ ഗർഭപാത്രത്തിൽ ഈ പിശാച് ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ആണയിട്ട് സംസാരിച്ച് അലറി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ടെന്ന് രാജ്യത്ത്. എന്തേ കാരണം? പലരുടെയും ഹിന്ദുക്കളുടെ കൂടെ ഒളിച്ചോടിപ്പോയി, പൊട്ടുതൊട്ട് ആര്യസമാജത്തിന്റെ കീഴിൽ പോയി ഹൈന്ദവ മതത്തിന്റെ ആചാരങ്ങൾ സ്വീകരിച്ച് അയ്യപ്പ സേവാ സംഘത്തിന്റെയും അതുപോലെയുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങളുടെയും പിന്നാലെ പോയിട്ട് ആ രൂപത്തിലുള്ള ജീവിതം ജീവിച്ച് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ തനിക്ക് ഏറ്റവും വലിയ അപമാനമുണ്ടാക്കി തീർത്ത മക്കളെ ഓർത്ത് കരയുന്ന എത്രയോ മുസ്ലിം ഉമ്മമാരില്ലേ? എന്നിട്ട് മുസ്ലിമീങ്ങൾ പറഞ്ഞോ? എന്നിട്ട് മുസ്ലിമീങ്ങൾ അതൊരു മതത്തിന്റെ പേരിൽ ചാർത്തിയോ? എത്രയോ ക്രിസ്ത്യാനികളുടെ കൂടെ മുസ്ലിം പെൺകുട്ടികൾ ഒളിച്ചോടി പോയിട്ടില്ലേ? എന്നിട്ട് പറഞ്ഞോ അവരൊക്കെ ആ രൂപത്തിലുള്ള സംവിധാനങ്ങൾക്ക് ഇവിടെ സംഘടനയുണ്ടാക്കിയതാണെന്ന് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ആരോപണം പറഞ്ഞുവോ? പറഞ്ഞിട്ടില്ല. എന്നിട്ടോ ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ പിന്നാലെ പ്രണയം നടിച്ച് അല്ലെങ്കിൽ പ്രണയിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു അമുസ്ലിം പെൺകുട്ടി ഇറങ്ങിപ്പോയിട്ട് ഇവനെ തന്നെ വേണം അവൾക്ക് എന്നവളുടെ പ്രണയം കൊണ്ട് അവളുടെ മനസ്സ് പറയുമ്പോ, എങ്കിൽ മതം മാറിയേ പറ്റൂ രണ്ടിലൊരാൾ എന്ന ഘട്ടം വരുമ്പോ ഒന്നുകിൽ ഇവൻ അങ്ങോട്ട് അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് എന്ന ഒരു രൂപത്തിലെത്തിയിട്ട് മതം മാറുമ്പോൾ അതിനൊക്കെ ഒരു മതത്തിന്റെ പേരിൽ കണക്കെഴുപ്പ് നടത്തുന്ന, ആ രൂപത്തിൽ അതിനെ അരിക്കാക്കാൻ ശ്രമിക്കുന്ന ഈ ഗൂഢമായ ശ്രമങ്ങൾ പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ തിരിച്ചറിയാൻ വൈകിക്കൂടാ. ഇസ്ലാമിനെതിരെ എന്തായുധം കിട്ടിയാലും അടിക്കാമെന്നാണ് കണക്ക് കൂട്ടിയത്. എന്തായുധമെടുത്തും ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇതൊന്നും ഇസ്ലാമിന്റെ ശൈലിയല്ല. ഇസ്ലാമിന് അങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇസ്ലാം ഒരിക്കലും മതപരിവർത്തനത്തിന് വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിക്കാറില്ല. അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ പ്രാഥമിക വായനയെങ്കിലും നിർവഹിച്ചിട്ടുള്ള ബുദ്ധിജീവി പോകട്ടെ, ഒരു ആവറേജ് ബുദ്ധിയുള്ളവന് പോലും തിരിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. മുസ്ലിം പേരുള്ളവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ കേസിന് വലിയ കവറേജാണ്. ഒരു കലാപമുണ്ടായാൽ, ഒരു കൊള്ളയുണ്ടായാൽ, ഒരു കൊലപാതകമുണ്ടായാൽ, ഒരു കവർച്ചയുണ്ടായാൽ, അതിലേതെങ്കിലും കാരണത്താൽ വല്ല നിരാശയും മൂത്തിട്ട് വല്ല കുറച്ചു ദിവസം ബ്ലേഡ് തൊടാതെ താടി തീട്ടിയവനുണ്ടെങ്കിൽ അതൊരു മതകീയ ചുവ നൽകുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. മുസ്ലിമിന്റെ താടി കണ്ടാൽ അലർജിയാണ്. സ്വാമിമാരുടെ താടിക്ക് പ്രശ്നമില്ല. സ്വാമിമാര് താടിയും മീശയും ഒക്കെ നീട്ടി വളർത്തിയാൽ അതൊരു വലിയ രൂപത്തിലുള്ള ബഹുമാനം അർഹിക്കുന്നു. അതുപോലെ തന്നെ സിഖുകാരന്റെ താടിക്കും കൃപാണത്തിനും അവന്റെ കത്തിക്കുമൊന്നും ഒരു നിലക്കുള്ള വർഗീയ ചുവയും ആരും കാണുന്നില്ല. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി അവൾ ശിരോവസ്ത്രം ധരിച്ചാൽ, ആ രൂപത്തിൽ ശരീരം മറയുന്ന ആ രൂപത്തിലെ പ്രത്യേക കന്യാസ്ത്രീകളുടെ വസ്ത്രം ധരിച്ചാൽ അതിൽ വർഗീയതയില്ല. പക്ഷേ ഏതെങ്കിലും ഒരിടത്തൊരു പെൺകുട്ടിയെ പർദ്ദ ധരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കണ്ടാൽ അതിന് മതകീയ ചുവ നൽകുന്നു. എവിടെയും മുസ്ലിമായി പോയി എന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങളോടൊരു ചിറ്റമ്മനയം, മുസ്ലിമീങ്ങളോടൊരു വലിയ വിദ്വേഷം, മുസ്ലിമീങ്ങളെ ഭയപ്പെടുന്നു. ഇസ്ലാമികമായിട്ട് ഇസ്ലാമിന് ഒരാളെയും ഏതെങ്കിലും നിലക്ക് സൗന്ദര്യം കാണിച്ചുകൊണ്ടോ ഏതെങ്കിലും സഹായം നൽകിക്കൊണ്ടോ ഒന്നും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുന്ന ചരിത്രം ഇസ്ലാമിനില്ല.
സൗന്ദര്യം കാണിച്ചിട്ട് പെൺകുട്ടികളെ വലവീശി പിടിച്ചിട്ട് മതത്തിലേക്ക് ആളെ കൂട്ടുന്ന സമ്പ്രദായമൊന്നും ഇസ്ലാമിക ചരിത്രത്തിലില്ല. ലോകത്തെ ഏറ്റവും വലിയ സുന്ദരനായിരുന്നു ആ കാലഘട്ടത്തിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. കൊട്ടാരത്തിൽ നിന്നാണ് ഒരു അമുസ്ലിം പെണ്ണിന്റെ ക്ഷണമുണ്ടായത്. അനിസ്ലാമിക ഗവൺമെന്റിന്റെ കൊട്ടാരമാണത്. ആ കൊട്ടാരത്തിൽ സുന്ദരനായ യൂസുഫ് അലൈഹിസ്സലാം എത്രത്തോളമായിരുന്നു ആ സൗന്ദര്യത്തിന്റെ അളവെന്ന് നമുക്ക് വർണ്ണിക്കാനാകുമോ? ആ രാജ്യത്ത് കൊട്ടാരത്തിലേക്ക് നാട്ടിലെ പെൺകൊടികളെ, തരുണികളെ ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഓരോ തരുണികളുടെയും കൈകളിൽ ആപ്പിളും കത്തിയും കൊടുത്തിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവരുടെ മുമ്പിലേക്ക് ഇറക്കി വിട്ടപ്പോ യൂസുഫ് അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടിട്ട് ഫഖത്തഅന ഐദിയഹുന്ന ഫഖുൽന ഹാശ ലില്ലാഹ്, ഇതൊരു മനുഷ്യനല്ല, ഇത് മനുഷ്യനല്ല എന്ന് പറഞ്ഞ് ആ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് കൈകൾ പോലും മുറിച്ച തരുണികൾ ഉണ്ടായ ഒരു രാജ്യത്ത് ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പോലും തന്റെ ആദർശ പ്രസ്ഥാനത്തിന് വളർത്താൻ തന്റെ സൗന്ദര്യം ഇവിടെ കാരണമാണ്, അതുകൊണ്ട് ഇവരെ ഇങ്ങോട്ട് വശീകരിച്ച് മതം മാറ്റാമെന്ന് ചിന്തിച്ച ചരിത്രമില്ല. കുതറി ഓടി ജയിലിലേക്ക് പോയ ചരിത്രമാണുള്ളത്. വേണ്ട, എനിക്കത് വേണ്ട, എനിക്കെന്റെ ആദർശമാണ് വലുത്, ഒരന്യ പെണ്ണുമായി എനിക്ക് സ്പർശിക്കാൻ പാടില്ല എന്ന തന്റെ ഉദാത്തമായ സംസ്കാരത്തിന് വേണ്ടി കൽത്തുറുങ്കിലടക്കപ്പെട്ട മഹാനായ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹം ദഅവത്ത് നടത്തിയത് ജയിലിനകത്ത് വെച്ചുകൊണ്ട് തന്റെ ജനങ്ങളോട് പറഞ്ഞു അദ്ദേഹം, യാ സാഹിബൈ സിജിൻ അർബാബും മുതഫർരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ അല്ലാഹുവാണോ ഉത്തമൻ, അതോ നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് റബ്ബുകളില്ലേ, പല ഇലാഹുകൾക്കും നിങ്ങൾ ആരാധിക്കുന്നില്ലേ, അതാണോ ഏറ്റവും ഉത്തമം, അതോ അമില്ലാ അൽ വാഹിദുൽ ഖഹാർ? ആ ദഅവത്തെ ഇസ്ലാമിന് പരിചയമുള്ളൂ. ശാന്തമായ അന്തരീക്ഷത്തിൽ, നിർബന്ധിപ്പിക്കാനല്ല, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താനല്ല. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ആരെയെങ്കിലും പ്രണയിച്ച് ചാടിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയല്ല. ഒളിച്ചോട്ടം ഇസ്ലാമിലില്ല. എന്നിട്ടാണോ സുന്ദരമായ ഒരു പദത്തെ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ വികൃതമാക്കിയത്? ലവ് ജിഹാദ് പോലും, റോമിയോ ജിഹാദ് പോലും. പ്രണയമുണ്ടോ? ആ നിലക്കുള്ള വിവാഹത്തിന്റെ മുമ്പുള്ള പ്രണയമുണ്ടോ ഇസ്ലാമിൽ? അങ്ങനെ ഒരു ചാടിച്ചു കൊണ്ടുപോക്കുണ്ടോ? വ്യഭിചാരമല്ലേ അത്? ഇസ്ലാമിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹം കഴിക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. മുശ്രിക്കത്തിനെ വിവാഹം കഴിച്ചുകൂടാ, മുസ്ലിമിനെ വിവാഹം കഴിച്ചുകൂടാ. ആ മുസ്ലിമാണെങ്കിൽ പോലും രക്ഷിതാക്കളുടെ സമ്മതം വേണം. രക്ഷിതാക്കളുടെ സമ്മതമില്ലാത്ത വിവാഹമുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിലെ വിവാഹം ശരിയാകണമെങ്കിൽ അതിനുള്ള നിബന്ധനകളിൽപ്പെട്ടതാണ് പെണ്ണിന്റെ വലിയിന്റെ കരത്തിൽ നിന്നാണ് അതിനുള്ള സമ്മതം നേടിയെടുക്കേണ്ടത്. ഇസ്ലാമിലെ വിവാഹം ശരിയാകണമെങ്കിൽ പെൺകുട്ടിയുടെ രക്ഷിതാവിനോട് അന്വേഷിക്കണം. എന്നിട്ട് ആ പെണ്ണിന് സമ്മതമാണോ എന്ന് അന്വേഷിക്കണം, പെണ്ണിനെ കാണണം. അതുപോലെ തന്നെ എന്നിട്ട് ആ പെൺകുട്ടിയുടെ രക്ഷിതാവ് അഥവാ വലിയ ആരാവട്ടെ, ആരാണോ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ രക്ഷിതാവെങ്കിൽ ആ രക്ഷിതാവിന്റെ കയ്യിൽ നിന്നല്ലേ വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദാ. ഇസ്ലാമിലെ ആ സുന്ദരമായ നിക്കാഹ് എന്ന കർമ്മത്തിലൂടെ സ്ത്രീകളിൽ നമ്മളിൽ നിന്ന് വാങ്ങുന്നത് ഏറ്റവും വലിയ ബലിഷ്ഠമായ കരാറാണ്. ആ ബലിഷ്ഠമായ കരാറ്, അതിന് ഈജാബും കബൂലും ആവശ്യമാണ്. ഞാൻ എൻ്റെ മകളെ അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചു തന്നു എന്ന് പറയുകയും ഞാനൊരു സ്വീകരിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ആ നിലയ്ക്ക് സാക്ഷികൾ, രണ്ട് സാക്ഷികളും ഉണ്ടായിക്കൊണ്ട് അങ്ങനെ പരസ്യമായി നടത്തുന്ന ആ ഒരു സമ്പ്രദായത്തിലൂടെ അല്ലാതെ ഇസ്ലാമിലുണ്ടോ ഒരു വിവാഹം നടക്കൽ? എന്നിട്ട് പ്രണയിച്ച് വിവാഹം നടിക്കലാണ് പോകുന്നത്. പ്രണയിച്ച് വിവാഹം ചെയ്ത് കൊണ്ടുപോകൽ, ചാടിച്ചു കൊണ്ടുപോവുക, എന്നിട്ട് കുറെ കാലം അവർ ജീവിക്കുക, എന്നിട്ട് തിരിച്ചു വരിക, എന്നിട്ട് കോടതിയിലെത്തുക, എന്നിട്ട് ഒപ്പം പോവുക, എന്നിട്ട് രജിസ്റ്റർ വിവാഹം നടത്തുക. വ്യഭിചാരമാണതെല്ലാം ഇസ്ലാമിന്റെ കണ്ടിൽ. എന്നിട്ടല്ലേ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുന്നത്? ഇസ്ലാം പറഞ്ഞത് എന്താണ്? ഒരു അന്യ സ്ത്രീയുമായുള്ള ഇടപഴക്കത്തിന് മുസ്ലിമീങ്ങൾക്ക് ചില രീതിശാസ്ത്രങ്ങളുണ്ട്. ആദ്യം ഇസ്ലാം എന്താ പറഞ്ഞത്? വലാ തഖറബുസ് സിനാ, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കരുത്. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തോടടുക്കരുത്. വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
തുടക്കം എപ്പോഴും അനിസ്ലാമികമായ നോട്ടത്തിൽ നിന്നാണ്. കുല്ലുൽ ഹവാദിസി മബ്ദാഹാ മിനൻ നളിരി ഫമുഅ്ളമുൻ നാരി മിൻ മുസ്തസ്ഗരി ശറരി. കുല്ലുൽ ഹവാദിസി എല്ലാ സംഭവങ്ങളുടെയും മബ്ദാഹ അതിന്റെ തുടക്കം മിനൻ നളിരി ഒരു പിഴച്ച നോട്ടത്തിൽ നിന്നാണ്. രാജ്യത്തുണ്ടാകുന്ന വലിയ വലിയ തീപിടുത്തങ്ങൾക്കൊക്കെ പലപ്പോഴും അതിന് കാരണം അന്വേഷിച്ചു നോക്കിയാൽ മിൻ മുസ്തസ്ഗരി ശറരി ഒരു ചെറിയ തീപ്പൊരിയായിരിക്കാം തുടക്കമിട്ടിട്ടുണ്ടാവുക. ആ ഒരു ചെറിയ തീപ്പൊരിയോടാണ് മുസ്ലിമേ നമ്മുടെ കണ്ണിന്റെ അനാവശ്യമായ ഒരു നോട്ടത്തെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറയുകയാണ്, അത് ചെകുത്താന്റെ അമ്പാണ്. ആ അമ്പ് നീ സൂക്ഷിക്കണം. നിന്റെ കണ്ണ് ഒരു അന്യ സ്ത്രീയുടെ ശരീരത്തിൽ പതിയാൻ ഇടവന്ന് കഴിഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലാ തുത്ബിഇൻ നദറത അൻ-നദറ ഫഇന്ന ലകൽ ഊലാ വലൈസത് ലകൽ ആഖിറ. നീ നിന്റെ ദൃഷ്ടിയെ പിന്നെയും പിന്നെയും തുടർത്തരുത്. യാദൃച്ഛികമായി കണ്ണിൽപ്പെട്ടു, എന്നാൽ നീ പിന്നെയും നോക്കരുത്. ഒന്നാമത്തത് നിനക്ക് അനുവദിച്ചതാണ്, അഥവാ അത് നീ അറിയാതെ നിന്റെ ദൃഷ്ടിയിൽ പെട്ടുപോയതാണ്. മറ്റേത് നിനക്ക് അനുവദിച്ചതല്ല, നീ മനഃപൂർവ്വം പിന്നെയും നോക്കുകയാണ്. അത്രത്തോളം കഥകടച്ച ഇസ്ലാം, അത്രത്തോളം പഴുതടച്ച ഇസ്ലാം. വിശ്വാസികളോട് പറയുന്നു, ഖുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് പറയൂ നബിയേ, യഖുല്ലൂ മിൻ അബ്സാരിഹിം, അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ, അതിലൂടെ അവരുടെ ലൈംഗികാവയവങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. വിശ്വാസിനികളോടും അത് തന്നെ പറഞ്ഞില്ലേ, വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും പറഞ്ഞേക്കൂ നബിയെ, അവരുടെ ദൃഷ്ടികളെ അവർ അനാവശ്യമായ നോട്ടങ്ങളിൽ നിന്ന് പിൻവലിക്കട്ടെ, താഴ്ത്തട്ടെ. വയഹ്ഫളുന ഫുറൂജഹുന്ന, അവരുടെയും ലൈംഗികമാർഗങ്ങളെ അവർ കാത്തു സൂക്ഷിക്കട്ടെ. അത് മാത്രമാണോ? പെണ്ണിനോട് പറഞ്ഞില്ലേ, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നീ ഒരാണും ഒരു പെണ്ണുമായിട്ട് ഒറ്റക്കായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ ഇല്ലാ കാന സാലിസുഹുമുശ് ശൈത്താൻ. ഒരു ആണും തന്നെ ഒരു പെണ്ണുമായിട്ട് ഒറ്റക്കൊരിടത്തായിക്കൂടാ. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ മൂന്നാമനായിട്ട് അവിടെ പ്രവർത്തിക്കാൻ ശൈത്താൻ ഉണ്ടാകും. അതുകൊണ്ടത് പാടില്ലെന്ന് പറഞ്ഞില്ലേ. ഏറ്റവും അടുത്ത ബന്ധുക്കള് ആ നിലക്ക് വിവാഹബന്ധം നിഷിദ്ധമായ ആ നിലക്കുള്ള ആളുകളല്ലാത്ത ആളുകളുടെ സമീപത്തേക്ക് പോകുന്നതും വളരെ ഗൗരവത്തോടുകൂടെയല്ലേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്നത് മാത്രമാണോ തെറ്റ്? ഇന്നത് ആധുനികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ. ഈ പ്രണയങ്ങളും ഒളിച്ചോടലുകളും ആരാന്റെ കൂടെ പോകലും എന്നിട്ട് ഇഷ്ടം പോലെ ലോഡ്ജുകളിൽ തങ്ങിയിട്ട് വ്യഭിചരിച്ചു മടങ്ങിപ്പോരലും അങ്ങനെ ജീവിതത്തിന്റെ വിലപ്പെട്ടതെല്ലാം നശിപ്പിക്കലുമൊക്കെ ഈ മഹാദുരന്തങ്ങളിലേക്കൊക്കെ ഈ സമുദായമോ ആളുകളോ എത്തിപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണമായി ഇന്ന് ആധുനിക ലോകത്ത് ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മൊബൈൽ സംവിധാനം. ആ മൊബൈൽ സംവിധാനത്തിലൂടെ നീ ഒരുത്തിയോട് ഒരുത്തനോട് സംസാരിക്കുമ്പോ നീ അവിടെ ഫലത്തിൽ സ്ഥലത്ത് ഒരുമിച്ചല്ലെങ്കിലും ഒറ്റക്കുള്ളത് പോലെയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കാര്യം ഇവിടെയും നടക്കുന്നില്ലേ. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരാളും ഒരു പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണും ഒരാണുമായിട്ട് ഒറ്റക്കായി കൂടാ. അവിടെ ശൈത്താൻ ഉണ്ടാകും. ഈ സംസാരിക്കുമ്പോ ഒഴിഞ്ഞു പോവുകയല്ലേ. മൊബൈലുമായിട്ടൊരുത്തനാണ്, മൊബൈലുമായിട്ടൊരുത്തിയാണ്. ആ സംസാരത്തിന്റെ ഇടക്കാരാ ഉള്ളത്. ശൈത്താനല്ലേ പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെകുത്താന്റെ സംസാരമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലും വ്യഭിചാരമല്ലേ, അതുപോലും വ്യഭിചാരമല്ലേ. അല്ലൈനാനി സിനാഹുമൻ നദറു, രണ്ട് കണ്ണുകളുടെ വ്യഭിചാരമാണ് നോട്ടം. വല്ലുദുനാനി സിനാഹുമൽ ഇസ്തിമാൾ, രണ്ട് കാതുകളുടെ വ്യഭിചാരമാണ് ഈ അശ്ലീല സംസാരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൽ. വല്ലിസാനു സിനാഹൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ് ഈ അനാവശ്യമായ സംസാരം. അപ്പൊ മൊബൈലിലൂടെ വ്യഭിചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ അർത്ഥം തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ?
അതുപോലെ തന്നെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ ഇമെയിൽ ചാറ്റിങ്ങുകളിലൂടെ ഞാൻ എന്റെ റൂമിൽ എന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഒറ്റക്കാണ്, മറ്റൊരുത്തി അവളുടെ വീട്ടിലും ഒറ്റക്കാണ്. അങ്ങനെ ഓരോരുത്തരും ഒരാണും പെണ്ണുമായി കൊണ്ട് ഇമെയിലിൽ ചാറ്റിംഗ് സംവിധാനം നടത്തുമ്പോ അവിടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതേ അപകടം സംഭവിക്കുന്നു. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരാളും ഒരു പെണ്ണും അന്യാണും പെണ്ണും ഒറ്റക്കൊരിടത്തായി കൂടാ എന്ന് പറഞ്ഞ ആ അപകടം ശാരീരികമായി സംഭവിക്കുന്നില്ലെങ്കിൽ പോലും ശാരീരികമായി സംഭവിപ്പിക്കാൻ കാരണമായി തീരുന്ന സംസാര വ്യഭിചാരത്തിലൂടെ, പിന്നെ നോട്ട വ്യഭിചാരത്തിലൂടെ, അങ്ങനെ പലതിലേക്കും മതപ്പതിച്ചുകൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്തി വീട്ടിലേക്ക് മടങ്ങി പോരുന്ന ദുരന്തത്തിന്റെ ബാക്കി പത്രത്തിലേക്കല്ലേ ഈ ആളുകൾ എത്തിപ്പെടുന്നത്? ഇത്ര സുന്ദരമായി വ്യഭിചാരത്തിന്റെ പഴുതുകൾ എല്ലാം കൃത്യമായി അടച്ചു വെച്ച ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിലെ ജിഹാദ് എന്ന പദത്തെയാണോ മുസ്ലിമിന്റെ ശത്രുക്കളെ, ഇസ്ലാമിന്റെ വൈരികളെ, വർഗീയ കോമരങ്ങളെ നിങ്ങൾ എടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിയത്? ലൗവിന് നടത്താൻ വേണ്ടി, പ്രണയത്തിന് വേണ്ടി ഈ ഒരു പദത്തെയല്ലേ നിങ്ങൾ ദുരുപയോഗം നടത്തിയത്? ചിന്തിക്കണം നമ്മൾ. ഇസ്ലാം എത്ര ഗൗരവത്തോടു കൂടെയാണ് കാണുന്നത്, എത്ര ഗൗരവത്തോടെയാണ് കാണുന്നത്. അങ്ങനെ ഒരു ഒളിച്ചോട്ടമുണ്ടോ? അങ്ങനെ ഒരുത്തൻ സമ്മതമില്ലാതെ ഒരു പെണ്ണിനെ ചാടിച്ചു കൊണ്ടുപോയാൽ, അവളുടെ കൂടെ ജീവിച്ചാൽ അത് വ്യഭിചാരമല്ലേ? അത് വ്യഭിചാരമല്ലേ? ഇസ്ലാം വളരെ ഗൗരവത്തോടെയല്ലേ പറഞ്ഞിട്ടുള്ളത്? എത്ര ഗുരുതരമായ പാപമാണത്, എത്ര മോശപ്പെട്ട പണിയാണത്. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്, വ്യഭിചാരത്തോട് സമീപിക്കരുത്. അത് വളരെ നീചമാണ്, അത് വളരെ നികൃഷ്ടമാണ്, അത് വളരെ മോശമായ സമ്പ്രദായം തന്നെ. എത്ര ഗൗരവത്തോടുകൂടെ ഇസ്ലാം പറഞ്ഞു. അതിന്റെ ശിക്ഷയെ കുറിച്ച് എത്രയാണ് സംസാരിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരിക്കൽ അവിടത്തേക്ക് കാണിക്കപ്പെടുകയാണ്. എന്താണ് കാണിക്കപ്പെടുന്നത്? പരലോകത്ത് വരാനിരിക്കുന്ന ഗുരുതരമായ ശിക്ഷകൾ കാണിക്കപ്പെടുകയാണ്. ഒരിക്കൽ അതാ അവിടുന്ന് കാണുന്ന സ്വപ്നം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അവിടുന്ന് അതാ പോകുന്നു. ഫൻതലഖ്നാ ഇലാ സഖബിൻ മിസ്ല തന്നൂർ أعلاه ضيق وأسفله واسع يتوقد تحته نارا. എന്താണ് അവിടുന്ന് കാണുന്നത്? അടുപ്പ് പോലെ, ചൂള പോലെയുള്ള ഒരു പ്രത്യേകമായ സ്ഥലം. അതിന്റെ വലുപ്പം എത്രയാണ്? വലിയ വലുപ്പമുണ്ട്. അഅലാഹു ദയ്യിഖുൻ, അതിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഇടുങ്ങിയതാണ്. വസ്ഫലുഹു വാസിഉൻ, അടിഭാഗമാണെങ്കിൽ വിശാലവുമാണ്. വിശാലമായ അടിഭാഗമുള്ള, എന്നാൽ മുകളിലെത്തും തോറും കുടുങ്ങി വരുന്ന ഒരു ചൂള പോലെ, അടുപ്പ് പോലെയുള്ള ഒരു കേന്ദ്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നു. അങ്ങനെ അതാ അതിൽ കുറെ ആളുകളുണ്ട്. അതിന്റെ അടുത്തെത്തി നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കേന്ദ്രത്തിനടുത്തെത്തി നോക്കുമ്പോൾ അതാ അവിടെ നിന്ന് വലിയ ബഹളം കേൾക്കുകയാണ്, വലിയ രൂപത്തിലുള്ള അട്ടഹാസങ്ങൾ കേൾക്കുകയാണ്. ആളുകൾ അതാ അതിൽ, ധാരാളം ആളുകളെ അതിൽ കാണുന്നുണ്ട്. നഗ്നരായ സ്ത്രീകളാണ് അതിലുള്ളത്, നഗ്നന്മാരായ പുരുഷന്മാരാണ് അതിലുള്ളത്. ആ തീ അതിങ്ങനെ കത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തീയുടെ ചൂട് സഹിക്കവയ്യാതെ വെന്തുരുകിയിട്ട് അതിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ വേണ്ടി അവരിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ ചാടും എന്ന ഘട്ടം എത്തുമ്പോഴേക്ക് ഫൈദാ ഖമദത് റജഉ ഫീഹാ, അവരതാ മുകളിലേക്ക് എത്തുമ്പോഴേക്ക് പിന്നെയും അഗാധമായ ആ തീ കുണ്ടാരത്തിന്റെ ഗർത്തത്തിലേക്ക് തന്നെ വീഴുന്നു. അങ്ങനെ അവരിങ്ങനെ അങ്ങനെ കത്തിക്കപ്പെട്ട് ജീവനോടുകൂടെ തന്നെ അങ്ങനെ കത്തിക്കപ്പെട്ട് ശിക്ഷ നിരന്തരം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉടുതുണിയില്ലാതെ പരിപൂർണ നഗ്നരായ പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും കൂടിക്കലർന്നുകൊണ്ട് ആ വെന്തുരുകുന്ന ചൂളയിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ച കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, മൻഹാദാ, ഈ ശിക്ഷ നൽകപ്പെടുന്ന വിഭാഗം ആരാണ്? എനിക്കൊന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മലക്കുകളുണ്ട്. അവര് പറഞ്ഞു കൊടുക്കുകയാണ്,
നബിയെ വല്ലദീ റഅയ്തഹു ഫിസ്സഖബി, ആ ഗുഹയിൽ അതല്ലെങ്കിൽ ആ ചൂളയിൽ നിങ്ങൾ കണ്ടയാളുകൾ ആരാണെന്നോ ഫഹുമുസ്സുനാത്ത്, ഈ സമൂഹത്തിൽ വ്യഭിചാരം നടത്തിയ പുരുഷന്മാരാണ്, വ്യഭിചാരം നടത്തിയ സ്ത്രീകളാണ്. അവർക്കുള്ള ശിക്ഷയതാ ഈ നിലക്ക് വളരെ ഗുരുതരമായ നിലക്ക് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്ര ഗുരുതരമായ മഹാപാതകം അതൊരു മുസ്ലിമിന്റെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടുകയോ, മുസ്ലിമിന്റെ പേരിൽ വെച്ച് കെട്ടുകയോ, ഇസ്ലാം മതത്തെ അതിന്റെ പേരിൽ കരുവാക്കുകയോ, എത്രത്തോളം ഒരു പെണ്ണിനോട് പുറത്തിറങ്ങുമ്പോ ഇസ്ലാം പറഞ്ഞില്ലേ, നീ വേഷം ശ്രദ്ധിക്കണം പെണ്ണേ, ആ പരലോകത്തിന്റെ സ്വർഗീയ സുഗന്ധം നിനക്ക് അനുഭവിക്കാനാകണമെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത വേഷവും ധരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ കാമാർത്ഥമായ കണ്ണുകൾക്ക് ദാഹം തീർക്കാൻ ഉതകുന്ന നിലക്കുള്ള വേഷവുമായി ഇറങ്ങല്ല പെണ്ണേ. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, അജ്ഞാത ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മാറും കഴുത്തുമൊന്നും മറക്കാതെ പുറത്തിറങ്ങി വലസി നടക്കും പോലെ പെണ്ണേ നീ പുറത്തിറങ്ങി നടക്കരുത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മൈലാത്തുൻ മുമീലാത്തുൻ റൂസുഹുന്ന കാസ്നിമത്തിൽ ബുഖ്തിൽ മൈല ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദന റീഹഹാ. ആ പെണ്ണുങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ലെന്നത് പോകട്ടെ, സ്വർഗത്തിന്റെ പരിമളം എത്രയോ കാതങ്ങൾക്കകലെ അടിച്ചു വീശുന്ന പരിമളമാണ്. അതുപോലും അനുഭവിക്കാൻ ഈ പെണ്ണിന് ഭാഗ്യമുണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ എന്താ കാരണം? എന്താണ് ആ പെണ്ണുങ്ങളുടെ പ്രത്യേകത? ആ പെണ്ണുങ്ങൾ കാസിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതേ അവസരത്തിൽ ആരിയാത്ത്, എന്നാലോ ധരിച്ചിട്ടുമില്ല, നഗ്നകളാണ്. ധരിച്ചിട്ടുണ്ട്? ഇല്ലേ, ഇല്ല. എല്ലാം പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന കാഴ്ച വസ്തുക്കൾ. ആ രൂപത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവളെ കണ്ടാൽ ഫൽഅനൂഹുന, നിങ്ങൾ അവളെ ശപിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. നോക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ വേഷത്തിന്റെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, നോട്ടം നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, സംസാരം നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ഒറ്റക്കൊരിടത്ത് തനിച്ചാവുന്നത് സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം, ആ നിലക്കൊരാണിന്റെ കൂടെ യാത്ര പോകരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാം. തീർന്നോ? ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് അവൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ ലക്ഷ്യം ആണുങ്ങളൊന്ന് തന്റെ സുഗന്ധം അനുഭവിക്കട്ടെ എന്ന നിലക്ക് ആണുങ്ങളെ വശീകരിക്കുക എന്ന നിയത്തോടെയാണ് ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം പൂശുന്നു, അവൾ അത്തർ ഉപയോഗിക്കുന്നു, അവൾ പെർഫ്യൂം അടിക്കുന്നു, എന്നിട്ട് ഫമറത്ത് ബിഖൗമിൻ, ഒരു ജനതയുടെ സമീപത്തുകൂടെ അവൾ നടക്കുകയാണ്. എന്തിനെ? തന്റെ ഈ വാസനയിലൂടെ തന്നിലേക്കൊന്ന് ആകർഷിക്കപ്പെടാൻ വേണ്ടി ആ ഉദ്ദേശവുമായി കൊണ്ട് പെർഫ്യൂം അടിച്ച് പുറത്തു പോകുന്ന പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തിന്റെ പ്രവാചകൻ, ആരെയും നോവിക്കാത്ത പ്രവാചകൻ, കാരുണ്യത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ പറഞ്ഞ പേര് കേൾക്കണോ? ഫഹിയ സാനിയ, അവൾ വേശ്യയാണ്. ആർക്കെങ്കിലും സഹിക്കോ ആ പേര്? ആർക്കെങ്കിലും അത് സഹിക്കുവോ? വേശ്യയാണ് അവൾ എന്നാ പറഞ്ഞത്. എന്തേ ചെയ്തുള്ളൂ? മറ്റൊരുത്തനെ വശീകരിക്കാൻ വേണ്ടി പെർഫ്യൂം അടിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ പിന്നെന്താ? ബാക്കി കാര്യങ്ങളുടെ ഗുരുതരം എത്രയാണ്, ഗൗരവം എത്രയാണ്? ഇങ്ങനെ ഈ നിലക്ക് വളരെ കൃത്യമായി ഓരോ പഴുതുകളും അടച്ചു വെച്ച ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ വികൃതമാക്കാൻ രാജ്യത്ത് പലരും ശ്രമിക്കുമ്പോ, ഓ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ സമുദായത്തിൽ പലരും പലരുടെയും പിന്നിൽ ചാടിപ്പോകുന്നുണ്ടെങ്കിൽ, പലരിൽ നിന്നും ഇങ്ങോട്ടും ചാടിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അതൊന്നും ഇസ്ലാമിനോടുള്ള വരവ് വെക്കേണ്ടതില്ല, ഇസ്ലാമിനോടുള്ള കൂറുമല്ല. പ്രണയത്തിന് കണ്ണും കാതുമില്ലാതാകുമ്പോ ഒന്നുകിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്നതല്ലാതെ അതൊന്നും ഇസ്ലാമിന്റെ നിർദ്ദേശമല്ല. ഇസ്ലാമിന് അതിൽ ഉത്തരവാദിത്വവുമില്ല. ഇസ്ലാമിന് അങ്ങനെ ഇസ്ലാം അവതരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ഇസ്ലാം വാള് കാണിച്ചിട്ട് ആരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല.
ഇസ്ലാം സൗന്ദര്യം കാണിച്ചാരെയും വലവീശി പിടിച്ചിട്ടില്ല. ഒന്നിന്റെ പേരിലും നിർബന്ധിച്ച് ഇങ്ങോട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. ഇസ്ലാം എന്തു ചെയ്യും? ഇസ്ലാം ചെയ്യുന്നത് എത്തിച്ചു കൊടുക്കലാണ്. തബ്ലീഗ് നടത്തും, ഇസ്ലാമിക ദഅവത്ത് നടത്തും. അത് രാജ്യത്ത് സുരക്ഷിതമായി നടക്കാനുള്ള അവസരം വേണം മുസ്ലിമീങ്ങൾക്ക്. അതേ ഇസ്ലാം പറയുന്നുള്ളൂ. കേൾക്കേണ്ടവർക്ക് കേൾക്കാം, സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവൻ നിഷേധിച്ചു കൊള്ളട്ടെ. സത്യവും അസത്യവും വേർതിരിഞ്ഞിട്ടുണ്ട്. ലാ ഇക്റാഹ ഫിദ്ദീൻ. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ഒരു ബലാത്കാരത്തിന്റെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ആരെയും അങ്ങനെ നിർബന്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇസ്ലാമിനില്ല. ഒരു പ്രബോധകനോടും ഒരു വ്യക്തിയോടും നാളെ പരലോകത്ത് വെച്ച് എടോ നിനക്ക് എത്രയാളെ ഇസ്ലാമാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കില്ല. അങ്ങനെ ചോദിക്കൂല. ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാര് നാളെ മഹ്ശറിൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചില പ്രവാചകന്മാര് വരുമ്പോ അവരുടെ കൂടെ ആരുമില്ല. ചില നബിമാര് വരുന്നു, അവരുടെ കൂടെ 2 ആളുണ്ട്. ചില നബിമാര് വരുമ്പോ കൂടെ 4 ആളുണ്ട്. ചിലരുടെ കൂടെ 8 ആളുണ്ട്. അതേ അവസരത്തിലതാ ഞാൻ മഹ്ശറിലേക്ക് വരുമ്പോ ഏറ്റവും കൂടുതൽ സമുദായത്തിന്റെ മെമ്പർമാരുള്ള ആള് ഞാനായിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് പ്രേമിച്ചിട്ടല്ല, അത് പ്രണയം നടിച്ചിട്ടല്ല, പ്രമാണങ്ങളിലൂടെ കൊണ്ടുവന്നതാ ഇസ്ലാമിലേക്ക്. പ്രേമത്തിലൂടെയും പ്രണയത്തിലൂടെയും അല്ല മതപരിവർത്തനം. മതപരിവർത്തനം പ്രമാണങ്ങളിലൂടെയാണ്. മുസ്ലിമീങ്ങൾക്ക് അതേ പരിചയമുള്ളൂ, മുസ്ലിമിനോട് അതേ കൽപ്പനയുള്ളൂ. ജിഹാദ് എന്ന പദം വെട്ടിക്കൊല്ലാൻ വേണ്ടിയല്ല, കാഫറിനെ കഴുത്തറുക്കാനല്ല, കണ്ടയിടത്ത് വെച്ച് അരിഞ്ഞു വീഴ്ത്താനല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തൂ. ഖുർആൻ പറയുന്നു. എന്തേ? ഖുർആൻ ഒരു പൈങ്കിളി നോവലാണോ? അത് വായിക്കാൻ കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ? ഖുർആൻ അങ്ങനെയാണോ? ഖുർആനിന്റെ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് ഖുർആനികമായ സുന്ദരമായ ആശയങ്ങളിലേക്ക് ആരാണ് പരമകാരുണികനായ റബ്ബ്? ആ റബ്ബിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആ റബ്ബിന്റെ നാമങ്ങൾ എന്തൊക്കെയാണ്? ആ റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യം, പ്രത്യേകത, അതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യ നിന്റെ ജീവിതം പരലോകത്ത് എത്തിപ്പെടേണ്ടവനാണ്. ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുകയല്ല, നിന്റെ ജീവിതം അതാ തുടങ്ങുകയാണ്. ഖബറിൽ നിനക്ക് ചോദ്യമുണ്ട് കേട്ടോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് ശാശ്വതമായ ജീവിതമുണ്ട്. അവിടെ നിനക്ക് രക്ഷയാണെങ്കിൽ, നിനക്ക് ശിക്ഷയാണെങ്കിൽ, എന്ത് കിട്ടണമെങ്കിലും നീ അത് ഇവിടെ രക്ഷയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ വെച്ച് ചെയ്തോളണം. അല്ലെങ്കിൽ അവിടെ ശിക്ഷയാണ്. ഇങ്ങനെ മുബശ്ശിരീങ്ങളും മുൻദിരീങ്ങളുമായിട്ട്, ബഷീറുകളും നദീറുകളുമായി കൊണ്ട്, സുവിശേഷകന്മാരും താക്കീതുകാരുമായി കൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ ലോകത്ത് വന്നിട്ട് ഏതെങ്കിലും സമ്പത്ത് കാണിച്ചിട്ടോ, സൗന്ദര്യം കാണിച്ചിട്ടോ, ഏതെങ്കിലും വളഞ്ഞ വഴികൾ സ്വീകരിച്ചിട്ടോ, വാള് കാണിച്ചിട്ടോ, ആയുധം കാണിച്ചിട്ടോ, സ്വാധീനം കാണിച്ചിട്ടോ, ആൾബലം കാണിച്ചിട്ടോ ഒന്നും ഇസ്ലാമിലേക്ക് നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തുന്ന സമ്പ്രദായം ഇസ്ലാമിക ചരിത്രത്തിന് പരിചയമേ ഇല്ല. എന്നിട്ട് അതെന്തിനാ പിന്നെ ഈ കാലത്ത് മുസ്ലിമീങ്ങളുടെ പെരടിയിൽ വെച്ച് കെട്ടുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലക്ഷ്യം അതൊന്നുമല്ല. എല്ലാവർക്കും അറിയാം ഇസ്ലാം അങ്ങനെ വളർന്നതൊന്നുമല്ല, ചരിത്രമൊക്കെ അവർക്കും അറിയാം. പക്ഷേ ഈ സമുദായത്തിനൊരു ശാപമുണ്ടല്ലോ. അതെന്താ? ഈ സമുദായത്തിന് ഇസ്ലാം അറിയില്ലല്ലോ. അതുകൊണ്ട് ഈ സമുദായത്തിലെ ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാം എന്നതാണ് ശത്രുവിന്റെ കണക്ക് കൂട്ടൽ. അതാണ് പലപ്പോഴും വിജയത്തിലെത്തിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവസാന കാലഘട്ടത്തിൽ എത്തുമ്പോ ഉമ്മത്തെ വിശന്ന് വലയുന്ന, ഏറ്റവും വലിയ വിശപ്പനുഭവിക്കുന്ന മനുഷ്യന്മാര് തളികയിലേക്ക്, ഭക്ഷണ തളികയിലേക്ക് കൈ നീട്ടിയിട്ട് അതിൽ കൊത്തി വലിക്കും പോലെ മുസ്ലിം ഉമ്മത്തെ നിങ്ങളെ അതാ മറ്റുള്ളവർ കൊത്തി വലിക്കാൻ പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹാബത്ത് ചോദിച്ചു, അന്ന് ഞങ്ങളുടെ എണ്ണക്കുറവായിരിക്കുമോ നബിയെ അതിന് കാരണം?
അന്ന് മുസ്ലിമീങ്ങളുടെ എണ്ണം വളരെ ന്യൂനപക്ഷമായതുകൊണ്ടാണോ അങ്ങനെ ശത്രുക്കൾക്ക് അതിന് സാധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ ബൽ അൻതും കസീർ, അല്ല അല്ല, അന്ന് നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടാകും. മുസ്ലിമീങ്ങളുടെ എണ്ണത്തിനൊന്നൊരു കുറവുണ്ടാവില്ല. പക്ഷേ മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചണ്ടി ചവറുകളെ പോലെയുള്ള മുസ്ലിമീങ്ങളായിരിക്കും. അവരിൽ വീര്യമുണ്ടാവില്ല, ഇസ്സത്തുണ്ടാവില്ല, പേരിൽ മാത്രം മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്തെന്നവൻ പഠിച്ചിട്ടില്ല. അവൻ ഇസ്ലാം പേര് മാത്രമേയുള്ളൂ, ഇസ്ലാം അവന്റെ പേരിലേയുള്ളൂ. ഖുർആൻ അതിന്റെ ലിപിയിൽ മാത്രം അവശേഷിക്കുന്നു. ഖുർആനും ഇസ്ലാമും ഒന്നും ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കനേഷുമാരി കണക്കിലെ കേവലം ആപ്പിള മുസ്ലിം. എന്നിട്ടോ എന്തേ അവരങ്ങനെ വരാൻ കാരണം? നിങ്ങൾക്ക് ഏറ്റവും വലിയ ദുർബലത എന്ന് ബാധിക്കും. നിങ്ങളെ ബാധിക്കുന്ന ഒരു ദുർബലയാണ്. എന്താണ് ദുർബലതയ്ക്ക് കാരണം? ദുനിയാവിനോട് നിങ്ങൾക്ക് വലിയ സ്നേഹമുണ്ടാകും, മരിക്കാൻ പേടിയുമായിരിക്കും. ദീനിന്റെ ഒരു കാര്യവും നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ എനിക്കും നിങ്ങൾക്കുമുള്ള ബാധ്യത ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ അറിയലാണ്. അറിഞ്ഞാലും പോരാ, ഞാൻ പ്രസംഗത്തിന്റെ തുടക്കത്തിലെ പറഞ്ഞില്ലേ, അറിഞ്ഞ ആശയങ്ങൾ പറയാനുള്ളതല്ല, പറയാൻ മാത്രമുള്ളതല്ല, ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ളത് കൂടിയാണ്. അങ്ങനെ അറിഞ്ഞ ആദർശങ്ങളെ തന്റെ ജീവിതത്തിൽ ത്യാഗം സഹിച്ചു കൊണ്ട് ഇസ്ലാമികമായി കൊണ്ടു നടന്ന് ഇസ്ലാമിനെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ മറ്റുള്ളവരോട് ഒരു ബലപ്രയോഗങ്ങളുമില്ലാതെ ഇസ്ലാമിന്റെ ആശയങ്ങളെ എല്ലാ നിലക്കും തുറന്ന് ആദർശത്തെ മൂടിവെക്കാതെ കൃത്യമായി അത് ജനങ്ങളോട് ദഅവത്തും നടത്തിയിട്ട് ഇസ്ലാമികമായ ബാധ്യത നിർവഹിക്കലാണ് നമ്മുടെ ഉത്തരവാദിത്തം. തെറ്റിദ്ധരിച്ചവന്റെ തെറ്റിദ്ധാരണ വളർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അരുനിന്നു കൊടുക്കാതെ ആ തെറ്റിദ്ധാരണകൾ തീർക്കുന്ന, അതിനെതിരെ പ്രമാണങ്ങളെന്ന ആയുധമേന്തിക്കൊണ്ട്, പ്രമാണങ്ങളെന്ന ആയുധമെടുത്തിക്കൊണ്ട്, പ്രണയമല്ല ആയുധം, ബോംബല്ല ആയുധം, കത്തിയല്ല ആയുധം, മാരകായുധങ്ങളല്ല ആയുധം, നമുക്ക് ആയുധം ഖുർആനാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളാണ്. അത് കയ്യിലേന്തിക്കൊണ്ട്, അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് ഇസ്സത്തോടെ മുസ്ലിമായി ജീവിക്കുക. എങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു മാർഗത്തിലേക്ക്, ആ ഒരു വഴിത്താരയിലേക്ക് എത്രയും വേഗം നമ്മൾ മടങ്ങി വരണം. അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ രൂപത്തിലുള്ള ഉത്ബോധനങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ അത് മുഴങ്ങണം. ആ രൂപത്തിൽ ഇസ്ലാമികമായ സുന്ദരമായ നിയമാവലികളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അകവും പുറവും മുസ്ലിമായി കൊണ്ട് ജീവിക്കണം. ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. പരമകാരുണികനായ നാഥൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും ദുഷ്പ്രചരണങ്ങളിൽ നിന്നും ഇസ്ലാമിനെ ചെറുത്ത് ആ നിലക്ക് അതിനോട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് പ്രമാണങ്ങളുമായി നേരിടാനുള്ള കരുത്തും ആരോഗ്യവും റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമികമായ നിയമാവലികൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും, മാനക്കേടുകളിൽ നിന്നും, നാണക്കേടുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.